വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വേൾഡ്. അപ്പം നമ്മൾ പോണ സ്ഥലം മൂന്നാർ. അപ്പൊ നമുക്കിന്ന് മൂന്നാർ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പോകുന്നത് കാട് വഴിയാണ് കേട്ടോ. കാട് വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുന്നേക്കാടാണ് സ്ഥലം. അപ്പോൾ പുന്നേക്കാട് നിന്ന് തട്ടേക്കാട് വഴി മൂന്നാർക്ക് പോകാൻ നല്ലത് ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എത്തിയിരിക്കുന്നത് ദേ ഇവിടെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം. അത് അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൂടെ വളരെ പ്രശസ്തമായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഈ സ്കൂള് വളരെ വൈബാട്ടോ. ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് കൊതിയാവും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നും. അത്ര സുഖമാട്ടോ ആ ഒരു അവിടുത്തെ കാറ്റും. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് കേട്ടോ അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ സാധാരണ ഇത് പൂട്ടിയിട്ടേക്കും ഇങ്ങനെ എല്ലാവരും വരുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്ത് പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം ഫ്രണ്ടിലെ ചായക്കടയിൽ നിന്ന് ഒരു ചായയും പഴംപൊളിയൊക്കെ കഴിച്ചു. ഉള്ളിയോടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാം ഉള്ളിയോടക്കാരാണ്. അവരവിടെ പോയി ഉള്ളിയോടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ മേടിച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിന്ന് പോകുന്നു. കാട്ടിലൂടെയുള്ള വഴി നമുക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ അതൊരു സുഖമുള്ള യാത്രയായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടില്ല. അതിന് മുന്നേ ഇവിടെ ഒരു എന്താ പറയുക ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് അവിടെ വന്ന് നിന്ന് എല്ലാം ചോദിച്ചൊക്കെ വന്നപ്പോഴത്തേനും ഒരു മഴ വന്നു കേട്ടോ. അത് കാരണം അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വിട്ടുപോയിട്ട് ഭയങ്കര മഴ പെട്ടെന്ന് പെയ്തു. മൂന്നാറിൽ വന്നിട്ട് മൂന്നാർ എത്തിയ നമ്മള് മൂന്നാർ വന്നിട്ട് റൂം വന്നിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി. ഞങ്ങളങ്ങനെ മൂന്നാർ നല്ല തണുപ്പുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തേയിലത്തോട്ടമൊക്കെ കാണാൻ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. രസമൊക്കെ കൂടെ കാണാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടോ. എന്നിട്ട് എന്റെ ചേച്ചിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് പുറത്തേക്ക് പോകുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കൂടെ പോകണം. നമ്മൾ ഹോട്ടലിൽ നോക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ സെറ്റായില്ല. അങ്ങനെ പോണ വഴി നമ്മൾ ഈ റിസോർട്ട് കണ്ട് ഇവിടെ ഒന്ന് കയറി നമുക്ക് റൂമുണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. പുറത്തോട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ റൂം നോക്കാൻ വന്നതാണ് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അതേ റൂം താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എടുക്കണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇനി റൂമും കൂടെ നോക്കണം. നമ്മൾ ആദ്യം ഏറ്റവും മേളിലത്തെ നോക്കാമെന്നും പറഞ്ഞു. ഏറ്റവും മേളിലത്തല്ല താഴത്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് താഴത്തേക്കാട്ടോ പോയിരിക്കുന്നത്. ഇത് ഡ്യുലക്സ് റൂമാട്ടോ. അപ്പോൾ ഇത് മിഡിൽ ഭാഗത്തായിട്ട് കാണുന്നൊരു റൂമായിരുന്നു. ഇവിടെ നിന്ന് നല്ല വൃത്തിയൊക്കെ ഇട്ടിട്ടോ. നമ്മൾ കയറി വരുന്നപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളത് വ്യൂ ആണ്. കാറ് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത റൂമും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത സെക്ഷൻ സൂപ്പർ ഡീലക്സിലേക്ക് പോയി. ആ പോണ വഴിയുള്ള ആട്ടോ. ഇത് നല്ല രസം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ഡ്യൂലക്സ് എന്ന് പറഞ്ഞ റൂം. കുറച്ചും കൂടെ മേലെ, അതായത് ഹൈ വ്യൂ ഉള്ളൊരു റൂമായിരുന്നു ഇത്. ഇതിൽ നിന്നുള്ള വ്യൂ ഇവിടെ നിൽക്കുമ്പോൾ ഇച്ചിരിയോടെ സൂപ്പറാണ് കേട്ടോ. കുറച്ചും കൂടെ പൊക്കത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് 2 റൂം അടുപ്പിച്ച് കിട്ടും. അപ്പം നമ്മളത് ഫിക്സ് ചെയ്തു കേട്ടോ. ഞങ്ങളിവിടെ റിസോർട്ട് എടുത്ത്
അതിൻ്റെ സന്തോഷത്തിലുള്ള ഡാൻസാണ് കുട്ടികളുടെ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളെടുത്ത റിസോർട്ട് കേട്ടോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറമുള്ള കോട്ടേജാണ്. നല്ല തണുപ്പാ, നല്ല തണുപ്പാ, നല്ല കാറ്റാട്ടാ, നല്ല അടിപൊളി തണുപ്പ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. 303 92 ആ കണ്ണിന് നമ്മൾ പോയതല്ലോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഒരു റൂം, ഇതൊരു റൂം. നമ്മളിതിനകത്ത് റാഞ്ചി അതിനകത്ത് കയറി ബാൽക്കണിയൊക്കെ കാണിക്കും. ഭയങ്കര കാറ്റാട്ടോ, അതേ പെട്ടെന്ന് ഡോർ അടിഞ്ഞു പോയേ. അടിപൊളി 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 അടിപൊളി. രാവിലെ എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിക്കണം. അതൊക്കെ ഇവിടെ ജനലിട്ടുണ്ടായിരുന്നു. മൂന്നാറ് ടൗണിൽ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇത് റിപ്പിൾ ടീയുടെ ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ വന്ന് ഫുള്ള് ചായപ്പൊടിയുടെ സെക്ഷൻ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ഷോപ്പ്. റിപ്പിൾ ടീയുടെ ഷോപ്പിൽ നിന്ന് കുറച്ച് ചായയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറിക്കാണ് ഗൈസ്. വെജ് ആയതുകൊണ്ട് ശരവണ ഭവനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പാത്രം കിട്ടി. ഫസ്റ്റ് തന്നെ വന്നത് ഗീ റോസ്റ്റ്, പിന്നെ മാളൂട്ടി പറഞ്ഞ പൊറോട്ട വന്നു, അച്ഛ പറഞ്ഞ പൊറോട്ട വന്നു. മാമന് മാത്രം വന്നിട്ടില്ല. മാമനും വന്നത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ റൂമിലേക്ക് പോകുകയാണ്. നല്ല അടിപൊളി വൈബാട്ടോ. രാത്രി ആയപ്പോഴത്തേന് ഇച്ചിരിയോടെ ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. നല്ലൊരു രസമുണ്ട് കേട്ടോ, പ്രത്യേക ഒരു ഫീലാണ്. അടിപൊളിയാണ് കേട്ടോ, സെറ്റപ്പാ. നല്ല കാറ്റാണ്, രാത്രി നല്ല സൗണ്ടാണ് ഇവിടെ. അടിപൊളി. നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അത് സൂപ്പറാണ്. വീഡിയോയിൽ അത്ര കാണാൻ പറ്റും, പക്ഷെ നല്ല കാറ്റുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളൊരു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് കേട്ടോ. റൂമിലിരുന്ന് ഡാൻസൊക്കെ കളിച്ച് മതിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് അവരുടെ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ഒരു ഫ്ലോർ ഉണ്ട് കേട്ടോ. അവിടെ പോയി പ്ലേ ഗ്രൗണ്ട് പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റും അവിടുത്തെ ഒരു വൈബ് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അടിപൊളിയായിരുന്നു. വലിയ തണുപ്പൊന്നും പറയാനായിട്ടില്ല, പക്ഷെ കാറ്റ് വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളും പാട്ട് കേട്ടും ആടിയും ഇരുന്നും ഒക്കെ കുറേ സമയം ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ ഈ നൈറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സുഖമായിരുന്നു കേട്ടോ. 4 ദിവസമാണ് കേട്ടോ ഇത്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.